നമസ്കാരം, ഞാൻ മൃണാൾ. ഇന്നത്തെ കാലത്ത് യാത്ര പോകുമ്പോൾ റോഡ് പണി നടക്കുക എന്നുള്ളത് ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രശ്നം നല്ല ഭക്ഷണം വേണ്ടേ. ചില റെസ്റ്റോറൻറ്റുകളിൽ നല്ല ടേസ്റ്റുള്ള ഫുഡ് ഉണ്ടാവും, പക്ഷെ വൃത്തി വലിയൊരു പ്രശ്നമാണല്ലോ. ശരിയാണ്, വലിയ ഹോട്ടലുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്, അതിനകത്ത് റെസ്റ്റോറൻറ്റുകളുണ്ട്, നല്ല വൃത്തി ഉണ്ടാവും. പക്ഷേ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അവിടെ പോലെ അത്ര എളുപ്പമല്ല. ഇവിടെ ഇപ്പോൾ മാതൃഭൂമി ഉണ്ട്, സെബസ്റ്റ്യാനോസ് പുണ്യാളനുണ്ട്, ദേശാഭിമാനി ഉണ്ട്, വയലാറും ഉണ്ട്. പക്ഷേ വൃത്തി അതുണ്ടോ? റെസ്റ്റോറൻറ്റിനകത്ത് ഇരുന്ന് കഴിക്കുന്നവർക്ക് അറിയില്ലല്ലോ കിച്ചണകത്തെ അവസ്ഥ എന്താണെന്ന്. ഒരു വിശ്വാസത്തിലങ്ങ് കഴിക്കുക, അങ്ങനെയാണല്ലോ. ഇവിടെ പാത്രം കഴുകുന്നത് പോലും പ്രത്യേക രീതിയിലാണ്. പ്ലേറ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്തിട്ട് പിന്നെ ഈ പൊടിയിലേക്കാണ് അത് വരുന്നത്. ആ പൊടി ഇട്ടിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മെരുക്കിയെടുത്ത് വെള്ളത്തിലിട്ട് ചുമ്മാ കഴുകുന്നു. ഇത്രേ കഴുകലുള്ളൂ അല്ലേ? വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് തേച്ച് ഒന്ന് മെനയാക്കിയിട്ട് എടുത്തു വെക്കുന്നു. എന്നാൽ അങ്ങനെയല്ല, അവർ ഡിഷ് വാഷറും യൂസ് ചെയ്യുന്നുണ്ട്. നേരത്തെ കഴുകിയ പ്ലേറ്റ് എടുത്ത് കൊണ്ടുവന്നിട്ട് ഈ ഡിഷ് വാഷറിൽ പിന്നെയും കഴുകുകയാണ്. ചിക്കൻ കറിയുണ്ട്, പച്ച കളറിലെ കറിയാണ്, താറാവ് കറി. ഇന്നിപ്പോൾ ചെറുതാണ്, അല്ലെങ്കിൽ നല്ല വലിയ വരാലൊക്കെ ഉണ്ടാകും കേട്ടോ. ഊണും ബിരിയാണിയാണ് ഈ സമയത്ത് പോകുന്നത് കൂടുതലായിട്ട്. പിന്നെ വൈകുന്നേരങ്ങളിൽ ചൈനീസ്, ചില്ലി ചിക്കൻ, ചില്ലി ഗോബി, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ഇങ്ങനെ ഐറ്റംസൊക്കെ പോകും. വേറെ നല്ലൊരു സാധനം കൂടെ, കാളാഞ്ചി റോസ്റ്റ്, ബിരിയാണി, ഊണുകളും. ഇതാണല്ലോ കേമം എന്ന് പറഞ്ഞത്. അപ്പം അത് തന്നെ ഓർഡർ ചെയ്യുന്നതല്ലേ നല്ലത്. ബിരിയാണി ആയാലും ഊണായാലും നമുക്ക് പല തരത്തിൽ വിളമ്പാം. സൈഡൊക്കെ ജസ്റ്റ് ഒരു ക്വാർട്ടർ പ്ലേറ്റിൽ വിളമ്പി കറി ഇങ്ങനെ ഒഴിച്ച് സിമ്പിൾ, വീട്ടിലെ പോലെ. പക്ഷെ ചില റെസ്റ്റോറൻറ്റുകൾ അങ്ങനെയല്ല, ഓരോ ചെറിയ സാധനത്തിനും ഓരോ പാത്രങ്ങളുണ്ടാവും. ഇവിടെ അങ്ങനെയല്ല, സംഭവം സിമ്പിളാണ്. നല്ല കൊഴുത്ത സാമ്പാറാണ്. ചോറാണെങ്കിൽ ഇത് തെറിച്ച് പോകുന്ന ചോറുവാണ്. ഇന്നത്തെ യാത്ര ലേശം ദുരിതമായിരുന്നു, അതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. എന്നാലും കുഴക്കേണ്ടത് നമ്മൾ തന്നെ കുഴക്കണ്ടേ, സമയം എടുത്തിട്ട്. ഈ ചോറിന് ഇങ്ങനെ ഞെരടാൻ ഭയങ്കര പാടാണ്. പക്ഷെ പാടുള്ളത് ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ വിരലുകൾക്ക് കൂടുതൽ ശേഷി ഉണ്ടാവുന്നത്. ആഹാ, കായമുള്ള, മധുരമുള്ള, എരിവുള്ള സാമ്പാർ. കായം ടേസ്റ്റ് ചെയ്യാം, മധുരം ടേസ്റ്റ് ചെയ്യാം, എരിവും ടേസ്റ്റ് ചെയ്യാം. വരാല നല്ല വരാല കഴിക്കണമെങ്കിൽ ആലപ്പുഴ ഭാഗത്ത് വരണം. ഇതൊരു ഫ്രഷ് മീനാണ്, ഇത്തിരി എരിവുണ്ട്. റിച്ച് ഗ്രേവിയാണ്. എരിവുണ്ട്. വലിയ പുള്ളിയാണ്, ഇങ്ങനെയൊക്കെ ഒഴിക്കൂ. നല്ല പുളി. അയ്യോ, എന്തൊരു ചൂടാ. ഊണുകൊണ്ട് എടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. കാളാഞ്ചിയാണ്, റോസ്റ്റാണ്. വായ കിടന്ന് ഇനി അലമ്പുണ്ടാക്കരുത് കേട്ടോ, പൊള്ളിയിട്ട്. കാഞ്ചി കിട്ടാൻ
ഭയങ്കര പാടാണ്. ഭയങ്കര പാടാന്ന് പറഞ്ഞാൽ നല്ല മീൻ കിട്ടാൻ ഭയങ്കര പാടാണ്. ഭയങ്കര വിലയാണ്. വന്ന് നല്ല മീൻ കിട്ടുക എന്നുള്ളത് ഒറിജിനൽ റോളക്സ് കിട്ടുന്ന അത്രയും പാടായിട്ടുണ്ട്. വെറുതെ ഇവിടെ ഇത്രയും തിരക്കുന്നു. കിടിലൻ മീനാണ്. കിടിലൻ മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട മതി. ഇവിടെ നമ്മൾ ചോറല്ല കഴിക്കേണ്ടത്. ഓഫ്കോഴ്സ് ചോറൊരു സൈഡിൽ മേടിക്കണം, മീനാണ് കഴിക്കേണ്ടത്. ഇവിടെ ഊണ് മാത്രമല്ല ബിരിയാണിയും ഭയങ്കര നല്ലതാണെന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഇതിലും ബിരിയാണി റൈസാണല്ലോ. എനിക്ക് ആകെയുള്ള അഭിപ്രായ വ്യത്യാസം എസെൻസ് ഇല്ല, റോസ് വാട്ടറിൻ്റെ അല്ല, അതുണ്ട്. പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ ആവശ്യമില്ല. അതില്ലാണ്ട് ടോപ്പ് ബിരിയാണി ഉണ്ടാവും. ഇവിടെയുള്ള അഭിപ്രായ വ്യത്യാസം ഇതാണ്. ക്യാബേജ് അച്ചാറ് എന്താ തൊലി വരട്ടെ. എന്നാൽ പിന്നെ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇതിപ്പോൾ തിരിച്ചു വെക്കുന്ന മോശമല്ലേ? കൊടുക്കുന്നു. മീനിൻ്റെ ഏറ്റവും ടേസ്റ്റുള്ള ഭാഗം സ്കിന്നാണ്. എന്ന് വെച്ചാൽ എല്ലാ മീൻ്റെ അല്ല, പക്ഷേ ഭൂരിഭാഗം മീനിൻ്റെ. ഈ മീൻ അയോധ്യ എന്നുള്ള മീനാണെന്ന് തോന്നുന്നു. ശ്രീകൃഷ്ണൻ വെണ്ണ കെട്ട് നിന്ന് കയ്യിൽ വെണ്ണയും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റേ ഈ പുഴയുടെ കരയിലേക്കാണല്ലോ പോവുക. അവിടെയാണല്ലോ ഈ ഗോപികമാർ കുളിക്കുക. അത് കുളിച്ച് നോക്കുക എന്നൊക്കെ ഉള്ള മൂപ്പരുടെ പരിപാടി. മൂപ്പര് കയ്യിൽ ബാക്കിയുള്ള വെണ്ണ ആ പുഴയിലിട്ടിട്ടുണ്ടോ, ആ വെണ്ണ തിന്ന് വളർന്ന മീനായിരിക്കും. ഊണ് കഴിഞ്ഞാൽ ഒരു ചായ നിർബന്ധമല്ല, കിട്ടിയ കുടിക്കും. ഞാൻ ആലോചിക്കായിരുന്നു ഈ നാട്ടിലേക്ക് പണിയാൻ വേണ്ടിയിട്ട് 2 സൈഡ് ഒപ്പിച്ചിരിക്കുക. എത്ര പേരുടെ തൊഴിൽ പോയി കാണും അല്ലേ? അല്ല, നല്ലതിനാണ്. ഓഫ്കോഴ്സ് നാട്ടിലേക്ക് വളരെ നല്ലതിനാണ്. ആ തൊഴിൽ പോയ ആൾക്കാരൊക്കെ എന്ത് ചെയ്യായിരിക്കും? വേറെ തൊഴിലേക്ക് പോയിട്ടുണ്ടാവുമോ? അതും അതേ തൊഴിൽ തന്നെ വേറെ വല്ലതും ചെയ്യുന്നുണ്ടാവുമോ? അല്ലെങ്കിൽ ഒരുപാട് കാശ് കിട്ടിയിട്ടുണ്ടാവും. നല്ല കാശ് കിട്ടുമല്ലോ. ആ കാശ് വെച്ചിട്ട് അവനവൻ്റെ സ്കിൽസൊന്നും പുറത്തെടുക്കണ്ട, ഇനി ഒരു സമാധാനപരമായ റിട്ടയർഡ് ലൈഫ് ആസ്വദിക്കാമെന്ന് വിചാരിച്ച് വീട്ടിലിരിക്കുന്നുണ്ടാവുമോ?